ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ബ്ലോസം ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നത്. ഈസി ആയിട്ട് നല്ല ജലാറ്റിനോ കോൺഫ്ലോർ ഒന്നും ഇല്ലാതെ തന്നെ ഇടയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പുഡിങ്ങാണ്. സിമ്പിളുമാണ്. അപ്പോൾ മുട്ട ഇത് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായി അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഒരു 150 ഗ്രാമാണ് മിൽക്ക് മെയ്ഡ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയ്ക്ക് 150 ഗ്രാം. നമുക്ക് ക്വാണ്ടിറ്റി അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ 2 ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ഇതാ കണ്ടില്ല, നമ്മുടെ പാലടയുടെയൊക്കെ ഒരു കളറ് പോലെ മാറി വരും. അപ്പോൾ നന്നായി അത് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഒരു കേക്ക് ടിന്നാണ്. ഞാനൊരു ചെറിയൊരു 1/2 kgയുടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ഓയിൽ തടവിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിക്കാനുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ഓവനിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പുമ്പോൾ വെച്ച് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കേണ്ട ഒരു ഐറ്റമാണിത്. അപ്പം ഞാനൊരു ഒന്നുകിൽ ആവി കയറ്റി നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുക, ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഓവൻ സെറ്റപ്പിൽ ഗ്യാസുമ്മൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 hour ആണ് ഇത് വെക്കേണ്ടത്. ഒരുപാട് സൈഡൊന്നും മൊരിഞ്ഞ് പോകാം, അതിന് മുന്നേ തന്നെ അത് ഡിമോൾഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് ബേക്കിങ്ങിൻ്റെ ഐറ്റംസും പിന്നെ ഒരുപാട് കിച്ചൺ ടിപ്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മോൾഡുകളെ കുറിച്ചിട്ട് നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.